അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റേഡിയോ ഇസ്ലാം ഓപ്പൺ മൈക്കിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ തൃപ്തനായത് ഇപ്പോഴാണ്. നമ്മളുടെ നാട് മറ്റുള്ളവരുടെ മുകളിൽ കയറി നിൽക്കുന്നത് ഈയൊരു സന്ദർഭത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട, സമൂഹത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു സിനിമാ നിരൂപകൻ്റെ വാക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മുറിച്ചു മാറ്റപ്പെട്ട മനുഷ്യ ശരീരങ്ങളും സ്ക്രീനിലൂടെ ഒഴുകി വരുന്ന രക്തവും കണ്ട് ആനന്ദ പുളകിതരാകുന്ന ഒരു സമൂഹത്തിൻ്റെ നേർചിത്രം നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങളെല്ലാം. അങ്ങേയറ്റത്തെ വയലൻസ് കണ്ട് തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ നേർചിത്രമാണിത്. അതിൻ്റെ അടയാളങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലം പല വാതിലുകളും നമ്മളുടെ മുന്നിൽ അടച്ചപ്പോഴും തുറന്നിട്ട ഒരു വാതിലുണ്ടായിരുന്നു. അത് മുമ്പത്തെക്കാളേറെ ലോക സിനിമയിലേക്ക് എത്തി നോക്കാനുള്ള വാതിലുകളായിരുന്നു. പക്ഷേ ഒട്ടും ഗുണകരമായല്ല അത് സമൂഹത്തെ സ്വാധീനിച്ചത്. അതിലെ ധാരാളം ദോഷങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. വികലമായ ബന്ധങ്ങളും ക്രൂരതയുടെ പുതിയ രൂപങ്ങളും മനുഷ്യർക്കിടയിലേക്ക് ആഴത്തിൽ പതിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അത് ആളുകളെ ഏറെ സ്വാധീനിക്കപ്പെട്ടു. മനുഷ്യരെ നിരന്തരം കൊല്ലുവാനും കൊന്നതിനു ശേഷം മനുഷ്യൻ്റെ ശരീരത്തെ വെട്ടിമുറിക്കുവാനും തയ്യാറാകുന്ന കഥാപാത്രങ്ങൾ ധാരാളം ആഘോഷിക്കപ്പെട്ടു. അവർക്ക് കൊല്ലുവാനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം ശക്തമാണ്, ഞങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് എന്നുള്ളതിൻ്റെ പേരിൽ അവരെല്ലാം ആഘോഷിക്കപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. വില്ലന്മാർ ധാരാളമായി ആഘോഷിക്കപ്പെട്ടു. ഞാനും ഒരു സൈക്കോപാത്താണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത, അതിൽ അഹങ്കരിക്കുന്ന, അതിൽ അഭിമാനം കണ്ടെത്തുന്ന ഒരു വിഭാഗം വളർന്നു വന്നു. ഞങ്ങൾക്കും അങ്ങനെയൊരു സൈക്കോപാത്താകണം എന്നുള്ള ആഗ്രഹമുണ്ടാകുന്ന ഒരു വിഭാഗത്തെ അത്തരത്തിലുള്ള സിനിമകളും സീരീസുകളും വളർത്തിയെടുത്തത് നാം കാണുകയും ചെയ്തു. ഈ സിനിമകളെല്ലാം ഉണ്ടാക്കിയെടുത്ത ഒരു സമാന്തര ലോകമുണ്ട്. ആ ലോകത്തിലേക്കാണ് വയലൻസിൻ്റെ, ക്രൂരതയുടെ അനന്തമായ പുതിയ കാഴ്ചകളുമായി പലപ്പോഴും ഇത്തരത്തിലുള്ള പല രീതികളിലുള്ള സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും മുന്നോട്ട് വെക്കുന്ന വളരെ വലിയ ഒരു ആശങ്കയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിനേക്കാൾ വലിയ വയലൻസ് ഇനി എടുത്തു വെച്ചാലേ ഇനി ഞങ്ങൾക്ക് രക്ഷയുള്ളൂ, ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്നുള്ള സംസാരമാണ് അവരിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്ന ഒരു ചിന്തയുണ്ട്. ഇപ്പോൾ കടന്നു വരുന്ന ക്രൂരതയുടെ വലിയ രൂപങ്ങളെല്ലാം ചെറുതു മാത്രമാണ്. അതിലും വലിയ ക്രൂരതയുടെ രൂപങ്ങൾ ഇനി വരാനേയുള്ളൂ. അത് ആളുകൾ കാണാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വയലൻസ് ചെറുതു മാത്രമാണ് എന്നാണ് ഈ ആളുകളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിന് തടയിടാൻ ഔദ്യോഗിക സംവിധാനത്തിനോ നമ്മളുടെ സർക്കാരുകൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ അപകടം തന്നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നടുവിലേക്ക് ഇട്ടുകൊടുക്കപ്പെടുമ്പോൾ അത് തടയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുന്നതാണ് എന്നുള്ള ഒരു ന്യായം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് സർക്കാരിന് പിന്മാറാൻ സാധിക്കാത്തത്. അതല്ലെങ്കിൽ അത് തടയുവാനുള്ള പ്രവർത്തനത്തിലേക്ക് സർക്കാരിന് പോകാൻ സാധിക്കാത്തത്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ന്യായീകരണമായി പറയാറുള്ള ഒരു കാര്യമുണ്ട്. 18 വയസ്സിന് ശേഷമുള്ളവർക്ക് മാത്രമാണ് അത് കാണുവാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്, ആ രീതിയിലാണ് അത് സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ അത് സർവ്വസാധാരണമായി ലഭ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ടെലഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലുമെല്ലാം സ്റ്റാറ്റസുകളായും സ്റ്റോറിയായും റീൽസുകളായും അതിൻ്റെ കണ്ടൻറ്റുകൾ കറങ്ങി നടക്കും. നമ്മളുടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ അത് ധാരാളമായി കാണുന്ന അവസ്ഥകൾ ഉണ്ടായി വരും. അവിടെയാണ് നമ്മൾ കൂടുതലായും ശ്രദ്ധിക്കേണ്ടത്, ജാഗ്രത കാണിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. കാരണം ഓരോ കാഴ്ചകളും നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ വസ്ത്രധാരണത്തെ, നമ്മളുടെ വസ്ത്രരീതികളെ, നമ്മളുടെ സംസാരത്തെ എല്ലാം സ്വാധീനിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എങ്കിൽ ഈ വയലൻസ് മാത്രം നമ്മെ സ്വാധീനിക്കാതിരിക്കുകയില്ല. ജാഗ്രത കാണിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. പരിണത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും നമ്മൾ ഓരോരുത്തരുമാണ്. സിനിമയുടെ വയലൻസുകൾ സമൂഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണോ, അതല്ല സമൂഹം സിനിമയിൽ നിന്നാണോ പ്രചോദനം ഉൾക്കൊള്ളുന്നത് എന്ന അടങ്ങാത്ത ഒടുങ്ങാത്ത ചർച്ചയിലാണ് അക്കാഡമിഷ്യന്മാരും അതോടൊപ്പം ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗമായുള്ള ആളുകളുമെല്ലാം. അതിനെ തടയേണ്ടത് നാം ഓരോരുത്തരുമാണ്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു വയലൻസിന്, ഒരു ക്രൂരതയ്ക്ക് സാക്ഷിയാകാതെ നമ്മളെയും നമ്മളുടെ കുടുംബങ്ങളെയും കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിനെ തടയാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. വരും തലമുറക്കായി നമുക്ക് ചെയ്തു വെക്കാനുള്ള ഏക കാര്യവും അതിനെ തടയുക എന്നുള്ളതാണ്. റേഡിയോ ഇസ്ലാം ഓപ്പൺ മൈക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.